ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താനാണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. സ്കിൻ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഫെയർ ആവും എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതല്ല, നമ്മൾ മെയിനായിട്ട് ഓരോ റെമഡീസ് യൂസ് ചെയ്യുന്നതും അതുപോലെ കറക്റ്റായിട്ട് സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് മാറാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടാനിങ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നിവയൊക്കെ കൂടുതലായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ സ്കിൻ കെയർ ചെയ്താൽ ഞാൻ ഫെയർ ആവും എന്നുള്ളതല്ല, നമ്മുടെ ഒറിജിനൽ കളർ വീണ്ടെടുക്കാനാണ് നമ്മളതിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുൾട്ടാനി മിട്ടി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റേത് എക്സ്ട്രീമലി ഓയിലി ആൻഡ് ആക്നി പ്രോൺ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ മുൾട്ടാനി മിട്ടി ഓയിൽ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതായിട്ടും അതുപോലെ പോഴ്സ് ടൈറ്റൻ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് മുൾട്ടാനി മിട്ടിയാണ് എടുക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യം അതിൻ്റെ അളവനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ബേസൻ പൗഡറാണ്. അതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പിഞ്ച് ടർമറിക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ചെറുതായിട്ട് പുകച്ചിൽ പോലെ തോന്നും. അപ്പോൾ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഒരു നനവ് പോലെ മുഖത്ത് വേണം, അല്ലാതെ ഡ്രൈ സ്കിന്നിൽ മുൾട്ടാനി മിട്ടി ഒരിക്കലും തേക്കരുത്. മുൾട്ടാനി മിട്ടി പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഫേസിൽ ചെറുതായിട്ട് ഈർപ്പം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഈവനായിട്ട് നല്ല തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ടൊരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണാവുന്നതാണ്. നമ്മുടെ ഫേസ് ഒന്ന് കുറച്ച് ബ്രൈറ്റ് ആവുകയും നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.